Dear students, let us start our maths class. Today, let us discuss some problems. First question. A 68 centimeter long rope is used to make a rhombus on the ground. The distance between a pair of opposite corners is 16 meters. First part, what is the distance between the other two corners? Second part, what is the area of the ground bounded by the rope? A 68 centimeter long rope is used to make a rhombus on the ground. The distance between a pair of opposite corners is 16 centimeters. Okay, ടെക്സ്റ്റ് ബുക്കിൽ മീറ്റേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ സെൻറ്റിമീറ്റേഴ്സ് ആക്കി ചെയ്യുക. അവിടെ 68 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്, ഇതിൽ 68 സെൻറ്റിമീറ്ററും 16 മീറ്ററും ആണ്. അപ്പോൾ ആ 16 നമുക്ക് എന്ത് ചെയ്യാം, സെൻറ്റിമീറ്റേഴ്സ് ആക്കാം. ഓക്കെ, ദ നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ അതർ ടു കോർണേഴ്സ്? അപ്പോൾ എന്തൊക്കെയാണ് അതിൽ തന്നത്? 68 സെൻറ്റിമീറ്റർ നീളമുള്ള റോപ്പാണ്. ഈസ് യൂസ്ഡ് ടു മേക്ക് എ റോംബസ്, അല്ലേ? റോംബസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു റോപ്പിൻ്റെ ലെങ്ത് ആണ് എന്ത്, 68 സെൻറ്റിമീറ്റർ. അപ്പോൾ ആ 68 എന്ന് പറയുന്നത് എന്തായിരിക്കും? റോംബസിൻ്റെ പെരിമീറ്റർ. അപ്പോൾ തന്നത് പെരിമീറ്റർ ഓഫ് ദ റോംബസ് 68 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു സൈഡ് കണ്ടൂടെ? ഓക്കെ, അപ്പോൾ ലെങ്ത് ഓഫ് എ സൈഡ്, ലെങ്ത് ഓഫ് എ സൈഡ് of the rhombus, that is 68/4. എന്തായിട്ടാ 68/4 ചെയ്താലേ 68/4, 1 into 4 4, then 2 8, that is 7 into 4 28. So 68/4 is 17 centimeter. അപ്പോൾ നമ്മൾ റോംബസിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് ആണ് എന്ത്, 17 സെൻറ്റിമീറ്റേഴ്സ്. ഇനി നെക്സ്റ്റ് സെക്കൻഡ് കണ്ടീഷൻ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ പെയർ ഓഫ് ഓപ്പോസിറ്റ് കോർണേഴ്സ് ഈസ് 16 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ ഓപ്പോസിറ്റ് കോർണേഴ്സിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ അത് എന്താ ഉദ്ദേശിക്കുന്നത്? ഓപ്പോസിറ്റ് കോർണേഴ്സ് നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് എ ഡയഗണൽ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടും? ലെങ്ത് ഓഫ് 1 ഡയഗണൽ 16 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു ഡയഗണലിൻ്റെ ലെങ്ത്തും കിട്ടിയിട്ടുണ്ട്, ദെൻ സൈഡിൻ്റെ ലെങ്ത്ത് 17 സെൻറ്റിമീറ്റർ ആണെന്നും കിട്ടിയിട്ടുണ്ട്. ഇനി വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ അതർ ടു കോർണേഴ്സ്? ഇനി ബാക്കി രണ്ട് കോർണേഴ്സിൻ്റെ എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് കാണണം. അപ്പോൾ ബാക്കി രണ്ട് കോർണേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? സെക്കൻഡ് ഡയഗണൽ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ശ്രദ്ധിക്കാം. അപ്പോൾ നേരത്തെ വരച്ച പോലെ തന്നെ നമുക്ക് റോംബസ് വരച്ചാൽ we have given one diagonal 18 centimeters. Okay, അപ്പോൾ എന്താ വരിക? 16 സെൻറ്റിമീറ്റർ, 18 അല്ല 16. അപ്പോൾ എങ്ങനെ കിട്ടുക? 8 സെൻറ്റിമീറ്റർ, ഹിയർ 8 സെൻറ്റിമീറ്റർ. ഇപ്പോൾ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വരയ്ക്കുന്നത്, പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്നത്. റോംബസിൻ്റെയും സ്ക്വയറിൻ്റെ ഒക്കെ ഡയഗണൽസ് എന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. അപ്പോൾ ഒരു ഡയഗണൽ 16 ആയതുകൊണ്ട് നമുക്കിത് 8 സെൻറ്റിമീറ്റർ ആൻഡ് 8 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കാം. ഇനി എന്താ തന്നിട്ടുള്ളത്? ലെങ്ത് ഓഫ് എ സൈഡ്, ഒരു സൈഡിൻ്റെ ലെങ്ത്ത് 17 സെൻറ്റിമീറ്റർ, 17 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? ഓപ്പോസിറ്റ് കോർണേഴ്സുകളുടെ ലെങ്ത് ആണ്, നമുക്ക് ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്, അല്ലേ? ഒരു പെയർ നമുക്ക് കിട്ടിയിട്ടുണ്ട് 16 സെൻറ്റിമീറ്റർ ആണ്, അതായത് ഓപ്പോസിറ്റ് കോർണേഴ്സിൻ്റെ ഒരു ഡിസ്റ്റൻസ് 16 സെൻറ്റിമീറ്റർ ആണ്. സെക്കൻഡ് ഡിസ്റ്റൻസ് കാണണമെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ D2, സെക്കൻഡ് ഡയഗണൽ D2 ആണെങ്കിൽ ഇവിടെ D2/2 വരും, അതേപോലെ ഇവിടെ D2/2 വരും. ഓക്കെ, ഇതാ നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് എന്താ? ലെങ്ത് ഓഫ് സെക്കൻഡ് ഡയഗണൽ. ഇനി ഇതാണ് കിട്ടേണ്ടത്, അതാണ് എന്ത്? ബാക്കി രണ്ട് കോർണേഴ്സുകളുടെ ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നോക്കുക, ഈ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ ട്രയാങ്കിൾസ് ഒക്കെ എന്താണ്?
റൈറ്റ് ട്രയാങ്കിൾസ് ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡ്സ് നമുക്കറിയാലോ. ഹൈപ്പോന്യൂസ് 17 സെൻറ്റിമീറ്റർ, ഇവിടുത്തെ ഒരു പെർപെൻഡിക്കുലർ സൈഡ് 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ ലെങ്ത്, അതായത് d2/2 എന്ന് പറഞ്ഞ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? d2/2 ഈക്വൽസ് റൂട്ട് ഓഫ് 17 സ്ക്വയർ മൈനസ് 8 സ്ക്വയർ. 17 സ്ക്വയർ മൈനസ് 8 സ്ക്വയർ. എന്താ അവിടെ യൂസ് ചെയ്തത്? പൈതഗോറസ് തിയറം. Pythagoras theorem. Okay. So root here 17 plus 8 into 17 minus 8. This is root 17 plus 8 25 into 17 minus 8 9. Okay. അപ്പോൾ ഇതെങ്ങനെ എഴുതിയെന്ന് മനസ്സിലായല്ലോ. 17 സ്ക്വയർ മൈനസ് 8 സ്ക്വയർ. ഓക്കെ, വി ഓൾറെഡി ഡിസ്കസ്ഡ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈസ് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഫോർത്ത് ചാപ്റ്റർ ഐഡൻറ്റിറ്റീസ് അല്ലേ. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈസ് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അപ്പോൾ 17 പ്ലസ് 8 ഇൻറ്റു 17 മൈനസ് 8 ദാറ്റ് ഈസ് 25 ഇൻറ്റു 9. And what is the product? 25 into 9. 9 into 5, 45, then 4, 2 into 9, 18. 18 plus 4, 22. So, root 225. ഏതിൻ്റെ സ്ക്വയർ ആണ് 225? 15. അല്ലേ. അപ്പോൾ ഇതെന്താ കിട്ടുക? 15. ഓക്കെ, d2/2 അതായത് ഡയഗണലിൻ്റെ ഹാഫ് ആണ് എന്ത്? 15 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി സെക്കൻഡ് ഡയഗണൽ? 15 into 2 ദാറ്റ് ഈസ് 30 സെൻറ്റിമീറ്റർ. ഓക്കെ, ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട്, വാട്ട് ഈസ് ഏരിയ ഓഫ് ദി ഗ്രൗണ്ട് ബൗണ്ടഡ് ബൈ ദ റോപ്പ്. അപ്പോൾ ആ കയറ് കെട്ടിയിട്ട് നമ്മൾ ആ റോംബസിൻ്റെ ഷേപ്പിലാണത് കെട്ടിയിട്ടുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ എങ്ങനെ വരിക? ഇപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് ഡയഗണൽസിൻ്റെ ലെങ്ത് ഉണ്ട്. ഫസ്റ്റ് 16 സെൻറ്റിമീറ്റർ ആൻഡ് സെക്കൻഡ് 30 സെൻറ്റിമീറ്റേഴ്സ്. സോ വാട്ട് ഈസ് ഏരിയ? ഏരിയ ഓഫ് ദ റോംബസ് ഈസ് ഹാഫ് d1 d2. സോ ഹാഫ് ഇൻറ്റു ദ നെക്സ്റ്റ് 16 ഇൻറ്റു 30. ഓക്കെ, നമുക്കിവിടെ ഹാഫും 16ഉം, 16ൻ്റെ ഹാഫ് 8, ദെൻ 8 ഇൻറ്റു 30, 8 ഇൻറ്റു 30, 8 ഇൻറ്റു 3 24. അപ്പോൾ 240 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, ഇപ്പോൾ മീറ്ററിലാണെങ്കിൽ സ്ക്വയർ മീറ്റർ വരും, അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ. 240 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. In the figure, the midpoints of half of the diagonals of a rhombus are joined to form a small quadrilateral. First, prove that this quadrilateral is a rhombus. Second, the area of the small rhombus is 3 square centimeters. What is the area of the large rhombus? അപ്പോൾ അതിലും രണ്ട് പാർട്ട് ഉണ്ട്. ഫസ്റ്റ് യു ഹാവ് ഗിവൺ വൺ ഫിഗർ. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഫിഗർ. The midpoints of half of the diagonals of a rhombus are joined to form a small quadrilateral. അപ്പോൾ ഇവിടെ ഒരു വലിയ റോംബസ് ഉണ്ട്. അതിൽ ഡയഗണൽസിൻ്റെ ഹാഫ് ഓഫ് ദി ഡയഗണൽസിൻ്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് ഒരു ചെറിയ ക്വാഡ്രിലാറ്ററൽ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇനി ഫസ്റ്റ് പാർട്ട്, പ്രൂവ് ദാറ്റ് ദിസ് ക്വാഡ്രിലാറ്ററൽ ഈസ് എ റോംബസ്. എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ഈ ചെറിയ ക്വാഡ്രിലാറ്ററൽ ഒരു റോംബസ് ആണ്. അപ്പോൾ ഇതിനെന്താ ചെയ്യുക? എന്താണ് റോംബസിൻ്റെ ഡയഗണൽസിൻ്റെ പ്രത്യേകത? ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് അല്ലേ. ജസ്റ്റ് എ ബി സി ഡി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടുന്ന് നെക്സ്റ്റ് പി ക്യു ആർ എസ്. അപ്പോൾ ഈ പോയിന്റ് എം എന്തെങ്കിലും കൊടുക്കാം.
ഇനി ഇതിൽ എ പി പി എം അതുപോലെ എം ആർ ആർ സി ഇതൊക്കെ എന്താണ് ഈക്വൽ ആണ്. അപ്പോൾ ഓൾറെഡി എന്താണ് എ എം ഈക്വൽസ്, കാരണം എ ബി സി ഡി ഒരു റോംബസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എ ബി സി ഡി റോംബസ് ആണെങ്കിൽ ഇവിടുന്ന് എ എം ഈക്വൽസ് എം സി, അതേപോലെ തന്നെ ഇവിടുന്ന് എന്ത് കിട്ടും ബി എം ഈക്വൽസ് എം ഡി. ഇനി നെക്സ്റ്റ് പറയുന്ന കണ്ടീഷൻ എന്താണ്, ഓരോ ഹാഫ് ഡയഗണൽസിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ടാണ് ഈ ചെറിയ പി ക്യു ആർ എസ് എന്ന് പറഞ്ഞ ക്വാഡ്രിലാറ്ററൽ ഉള്ളത്. അപ്പോൾ അവിടുന്ന് പി എം, ഈ പി എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് എ എം ആണ് അല്ലേ. അതേപോലെ ഇവിടുത്തെ എം ആർ ഈക്വൽസ് ഹാഫ് സി എം ഓർ എം സി, ഇങ്ങനെ വരുന്നത്. അതേപോലെ ഇവിടെ ആണെങ്കിലോ എം എസ് ഈക്വൽസ് ഹാഫ് ബി എം, എം ക്യു ഈക്വൽസ് ഹാഫ് എം ഡി ഓർ ഡി എം. ഓക്കെ, അപ്പം ഇവിടെ ഓരോന്നും ഇതിലെ ഓരോ ഡയഗണൽസിൻ്റെയും ഹാഫ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഹാഫ് ആണ്, പിന്നെ എന്താണ് ഇവിടെ ഓൾറെഡി ഇത് തമ്മിൽ എന്താണ് ഈക്വൽ ആണ്, കാരണം പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ ആണ് ഡയഗണൽസ്. അപ്പോൾ അത് ഈക്വലും ഹാഫും ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിലെ ഡയഗണൽസ്, ഈ ചെറിയ ക്വാഡ്രിലാറ്ററലിൻ്റെ ഡയഗണൽസ്, അതായത് പി ക്യു ആർ എസ് എന്ന് പറഞ്ഞ ക്വാഡ്രിലാറ്ററലിൻ്റെ ഡയഗണൽസും എന്തായിട്ട് വരും, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്, അതായത് പി എമ്മും എം ആറും ഈക്വൽ ആവും അല്ലേ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ പി എം എന്ന് പറയുമ്പോൾ ഹാഫ് എ എം ആണ്, എ എമ്മും എം സിയും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എം ആർ എന്ന് പറയുമ്പോൾ ഹാഫ് എം സി ആണെങ്കിൽ എ എമ്മും എം സിയും ഈക്വൽ ആണെങ്കിൽ പി എമ്മും എം ആറും എന്താവും ഈക്വൽ ആയിരിക്കും. അതേപോലെ എം എസ് എന്ന് പറയുന്നത് ഹാഫ് ബി എം ആണ്, എം ക്യു എന്ന് പറയുമ്പോൾ ഹാഫ് എം ഡി ആണ്. പി എമ്മും എം ഡിയും ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ലെങ്ത്തുകൾ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. പിന്നെ ഡയഗണൽസ് ഓൾറെഡി എന്തായിരുന്നു, വലിയ റോംബസിന്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് വന്നു, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ. സോ നമുക്ക് എന്ത് പറയാം, ദ സ്മോൾ ക്വാഡ്രിലാറ്ററൽ പി ക്യു ആർ എസ് ഈസ് എ റോംബസ്. ഓക്കെ, ദിസ് ഫസ്റ്റ് പാർട്ട്. The next second part. What is the question? The area of the small rhombus is 3 square centimeters. What is the area of the large rhombus? Area of the small rhombus. Area of the small rhombus. 3 square centimeters. ഇതാണ് തന്ന കണ്ടീഷൻ. അത് യൂസ് ചെയ്ത് നമുക്ക് വലിയ റോംബസിൻ്റെ ഏരിയ കാണണം. അപ്പോൾ എങ്ങനെയാണ് വലിയ റോംബസിൻ്റെ ഏരിയ വരിക, ഏരിയ ഓഫ് ദി ലാർജ് റോംബസ് ഈക്വൽസ് എന്താണ്, ഈ ചെറിയ റോംബസിൻ്റെ ഡയഗണൽസും വലിയ റോംബസിൻ്റെ ഡയഗണൽസും നമ്മൾ ബന്ധം, യെസ്, ചെറുതിൻ്റെ ഡബിൾ ആണ് എന്ത് വരിക, വലുതിൻ്റെ ഡയഗണൽസ്. അപ്പോൾ എങ്ങനെ വരും, ഹാഫ് ഇൻറ്റു 2d1 ഇൻറ്റു 2d2 അല്ലേ. കാരണം ഇതിലെ മിഡ് പോയിന്റ്സുകളല്ലേ ഇവിടെ വരുന്നത്, ഹാഫ് ഡയഗണൽസ് മിഡ് പോയിന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിലെ ഓരോ ഡയഗണൽസും വലുതിൻ്റെ എന്തായിട്ട്, ചെറുതിൻ്റെ ഡയഗണൽസ് വലുതിൻ്റെ എന്തായിട്ട് വരിക, ഹാഫ് ആയിട്ട് വരും, അല്ലെങ്കിൽ ഇതിൻ്റെ ഡബിൾ ആണ് വലിയ റോംബസിൻ്റെ ഡയഗണൽസ്. ഈക്വൽസ് ഹാഫ് ഇൻറ്റു ഹിയർ 2 ഇൻറ്റു 2 4d1 d2. ഇനി നമുക്ക് ഈ ഹാഫിനെ അങ്ങോട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ എന്താ വരിക, 4 ഇൻറ്റു ഹാഫ് d1 d2. ഓക്കെ, ദാറ്റ് ഈസ് 4 ഇൻറ്റു ഹാഫ് d1 d2. ഇപ്പോൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ചെറിയ റോംബസിൻ്റെ ഏരിയ എന്താണ്, 3 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് കൊടുക്കാം നമുക്ക്, ഹാഫ് d1 d2 3, 4 ഇൻറ്റു 3 12 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. ഇപ്പോൾ വലിയ റോംബസിൻ്റെ ഏരിയ 12 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്, ചെറിയ റോംബസിൻ്റെ ഏരിയ 3 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, the next 6th question. What is area of the largest rhombus that can be drawn inside a rectangle of sides 6 centimeters and 4 centimeters? Okay, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ ചാപ്റ്റർ ഏരിയ ഓഫ്
കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസിൽ നമ്മൾ റെക്റ്റാങ്കിൾ എങ്ങനെ വരക്കാം, അതേപോലെ അതിൻ്റെ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് റെക്റ്റാങ്കിൾ വരക്കണം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി ആ റെക്റ്റാങ്കിൾ യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ആ ചാപ്റ്ററിൽ എന്ത് പറയുന്നുണ്ട്, എങ്ങനെ റോംബസ് വരക്കാം. അപ്പോൾ എങ്ങനെയായിരുന്നു നമ്മൾ വരച്ചത് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ഫസ്റ്റ് റെക്റ്റാങ്കിൾ വരച്ചു. The length of the rectangle, sides of the rectangle are 6 centimeters and 4 centimeters. 6 centimeters, 4 centimeters. ഇനി ഇതിൻ്റെ മിഡ് പോയിന്റ്സുകൾ ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റോംബസ് കിട്ടും. നമ്മൾ നേരത്തെ വരച്ചതായിരുന്നു അല്ലേ. റെക്റ്റാങ്കിളിലെ സൈഡുകളിലെ മിഡ് പോയിന്റ്സുകൾ ജോയിൻ ചെയ്താൽ നമുക്കൊരു റോംബസ് ആണ് കിട്ടുക. ഇനി നമുക്ക് കാണേണ്ടത് ഈ റോംബസിൻ്റെ ഏരിയ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ലാർജസ്റ്റ് റോംബസ് ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ഇൻസൈഡ് എ റെക്റ്റാങ്കിൾ ഓഫ് സൈഡ് 6 centimeters ആൻഡ് 4 centimeters. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ റോംബസിൻ്റെ ഡയഗണൽസ് ഇവിടെ എന്താ കിട്ടുക? 6 centimeter. അപ്പോൾ റെക്റ്റാങ്കിളിലെ സൈഡ് തന്നെയാണ് ഒരു ഡയഗണൽ വരിക. ഇനി സെക്കൻഡ് ഡയഗണൽ അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ആണ് രണ്ടാമത്തെ ഡയഗണൽ വരിക, ദാറ്റ് ഈസ് 4 centimeter. അങ്ങനെയാണെങ്കിൽ ആ റോംബസിൻ്റെ ഏരിയ എന്താ വരിക? ഹാഫ് ഇൻറ്റു 1 diagonal 6 and the second diagonal is 4. 6 into 4 24/2, that is 12 square centimeters. Okay, അപ്പോൾ ആ റോംബസിൻ്റെ ഏരിയ 12 square centimeters. Okay, today's class is over. Thank you. Have a nice day.